CBI ഡയറക്ടർ നിയമനത്തിനുള്ള പട്ടികയിൽ DGP ലോക്നാഥ് ബെഹ്റയും എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗും 1983, 84, 85 ബാച്ചുകളിലുള്ളവരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ 20 മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടികയിലാണ് ഇരുവരും ഇടം പിടിച്ചിരിക്കുന്നത്. CBIയിലെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനോട് തികഞ്ഞ കൂറുള്ളവരെ മാത്രമേ ഡയറക്ടർ സ്ഥാനത്ത് നിയമിക്കുകയുള്ളൂ. SP, DIG റാങ്കുകളിൽ ബെഹ്റ 10 വർഷം CBIയിൽ ജോലി ചെയ്തിരുന്നു. ഋഷിരാജ് സിംഗ് 5 വർഷമാണ് CBIയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിലെ വിവിധ ഏജൻസികളിൽ ഡയറക്ടർ ജനറൽ തസ്തികയിലേക്കുള്ള നിയമനത്തിന് കേന്ദ്ര സർക്കാർ നേരത്തെ അംഗീകരിച്ച IPS പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഋഷിരാജ് സിംഗ് മാത്രമേ ഉള്ളൂ. കേരള പോലീസ് കേഡറിൽ സീനിയോറിറ്റിയുള്ള DGPമാരായ ജേക്കബ് തോമസിനെയും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയെയും മറികടന്നാണ് സിംഗ് ഇടം നേടിയത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ മനസ്സും ഋഷിരാജ് സിംഗിന് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ മികച്ച പദവികൾ ഋഷിരാജ് സിംഗിനെ തേടിയെത്തുമെന്നുള്ളത് ഉറപ്പായിരുന്നു. CBIയിൽ പ്രവർത്തിച്ച മുൻ പരിചയമാണ് സിംഗിന് തുണയായത്. സസ്പെൻഷനിലായിരുന്ന ജേക്കബ് തോമസിന് ലിസ്റ്റിൽ ഇടം കിട്ടില്ലെന്ന് അപ്പോൾ തന്നെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടികയിൽ പ്രധാന സ്ഥാനത്ത് ലോക്നാഥ് ബെഹ്റ എത്തുമെന്ന് സൂചനയുണ്ടായിരുന്നു. തുടർന്ന് മുതിർന്ന IPSകാരുടെ 2 പട്ടികയാണ് പ്രധാന സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കാനായി കേന്ദ്രം തയ്യാറാക്കിയത്. ജേക്കബ് തോമസിനെ 2ലും ഉൾപ്പെടുത്തിയിരുന്നില്ല. ആദ്യ പട്ടികയിലെ 10 പേർക്കും കേന്ദ്രത്തിൽ ഡയറക്ടർ ജനറൽ തസ്തികയിലോ തത്തുല്യ തസ്തികയിലോ നിയമിക്കപ്പെടാൻ അർഹതയുണ്ടായിരുന്നു. പട്ടികയിൽ 5ാമതായിരുന്നു സിംഗ്. 2ാമത്തെ പട്ടികയിൽ 4ാം സ്ഥാനക്കാരനായിരുന്നു ബെഹ്റ. ഈ പട്ടികയിലുള്ളവർ ഡയറക്ടർ ജനറലിന്റെ തത്തുല്യ തസ്തികകളിൽ നിയമിക്കപ്പെടാൻ അർഹരായിരുന്നു. കേന്ദ്രത്തിൽ ഡയറക്ടർ ജനറൽ തസ്തികയിൽ നിയമിക്കപ്പെടാനുള്ള പട്ടികയിൽ ഇടം നേടിയതിന് തൊട്ടു പിന്നാലെ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് കേന്ദ്ര ഡെപ്യൂട്ടേഷന് അപേക്ഷ നൽകിയിരുന്നു. നേരത്തെ ജേക്കബ് തോമസിനെ മാറ്റിയ സമയത്ത് DGPയുടെ കേഡർ തസ്തികയായ വിജിലൻസ് ഡയറക്ടർ പദവിയിൽ സർക്കാർ സിംഗിനെ പരിഗണിച്ചിരുന്നില്ല. സംസ്ഥാന പോലീസ് മേധാവിയായ ബെഹ്റയ്ക്ക് തന്നെ ഈ കസേരയും നൽകി. അതിൽ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും വെല്ലുവിളിക്ക് മുതിർന്നില്ല. കേന്ദ്ര സർക്കാരുമായും സിംഗിന് നല്ല അടുപ്പമുണ്ടായിരുന്നു. ഇതും കേന്ദ്ര പട്ടികയിൽ പ്രതിഫലിച്ചു. മെറിറ്റും സീനിയോറിറ്റിയും പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കുന്നത്. സർവീസിലുടനീളമുള്ള വാർഷിക കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടും പരിശോധിക്കും. ഈ റിപ്പോർട്ട് ഋഷിരാജ് സിംഗിന് പൂർണ്ണമായും അനുകൂലമായിരുന്നു. ജേക്കബ് തോമസിന് എതിരായിരുന്നു ഇത്. സംസ്ഥാന സർക്കാരിന്റെ ശത്രുതയാണ് ഇതിന് കാരണമായത്. പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റ നേരത്തെ CBIയിലും NIAയിലും പ്രവർത്തിച്ചിരുന്നു. NIAയിൽ നിന്ന് കേരള കേഡറിലേക്ക് ബെഹ്റയെ മടക്കി അയക്കുകയും ചെയ്തു. ഇതാണ് ബെഹ്റയെ ആദ്യ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്താൻ കാരണം. പിന്നീട് ബെഹ്റയും കേന്ദ്ര ഡെപ്യൂട്ടേഷൻ നേടിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.